കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ഒരു ദിവസമാണ്. കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ 60കളിൽ നിർമ്മിച്ച കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കേരളത്തിലെ തമ്പാനൂർ, കൊട്ടാരക്കര, തൃശ്ശൂർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകൾ. ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയുടെ ബസ് സ്റ്റാൻഡിനെ ഇത്രയും വളർത്തിയെടുത്തത് എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണ സാറാണ്. എല്ലാവർക്കും അറിയാം. എവിടുന്ന് വണ്ടി ഓടിച്ചാലും കൊട്ടാരക്കരയ്ക്കാണ്. അപ്പോൾ എനിക്ക് ഞാൻ ദുബായിലൊരു പരിപാടിയിൽ പങ്കെടുക്കും. ദുബായിലോ കുവൈറ്റിലോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഒരു വ്യവസായ പ്രമുഖൻ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ്, മലപ്പുറത്തോടെയാണ്. അപ്പൊ അത് കുട്ടിക്കാലത്ത് അദ്ദേഹം ബസ്സിലേക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കൊട്ടാരക്കര. അപ്പൊ ഈ കൊട്ടാരക്കര എവിടെയാണ് എന്ന് ഇദ്ദേഹം ചെറുപ്പകാലം മുതൽ അന്വേഷിക്കുകയാണ്. എല്ലാ ബസ്സുകളും കൊട്ടാരക്കരയ്ക്കാണ്. കാരണം എവിടെ നിന്ന് നോക്കിയാലും കൊട്ടാരക്കരയ്ക്ക് ബസ് പോകുന്നതാണ്. അപ്പൊ ഈ കൊട്ടാരക്കര ഈ ബസ്സിന്റെ കാര്യത്തിൽ ഒരു സെന്ററായി, തിരുവനന്തപുരം എന്ന് പറയുന്നത് പോലെ കൊട്ടാരക്കരയും ഒരു സെന്ററായിട്ട് മാറി. ഏറ്റവും അധികം ബസ്സുകൾ ഓടുന്ന ഒരു സ്ഥലമായി കൊട്ടാരക്കര മാറി. ആ സമയത്ത് അദ്ദേഹം അതിനുശേഷം ഈ പ്രദേശങ്ങൾ മുഴുവൻ ദേശസാൽക്കരിച്ചു. KSRTC നല്ല നിലയിൽ പോകുന്നു, അത് എന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ദേശസാൽക്കരിച്ചത്. പക്ഷെ പിന്നീട് അത് ആപ്പായിട്ട് മാറി. പിന്നെ KSRTC തകർച്ചയിലേക്ക് പോയി. KSRTC ഓടാതെയായി. നമുക്കറിയാം, വെട്ടിക്കോല, മേലില, ഈ കൊട്ടാരക്കരയുടെ ഈ പ്രദേശങ്ങൾ, മൈലം, ഈ പ്രദേശത്തെല്ലാം KSRTC ബസ്സല്ലാതെ വേറൊരു ബസ്സിന് ഓടാനൊക്കത്തില്ല. അപ്പോൾ പ്രൈവറ്റ് ബസ് ഇട്ട് ഇല്ലതാനും KSRTC നിർത്തിയിട്ട് പോവുകയും ചെയ്തു. ഇപ്പം ആ സാഹചര്യം നമ്മൾ മാറ്റിയെടുക്കുകയാണ്. പ്രൈവറ്റ് ബസ്സിന് ഓടാൻ കഴിയാത്ത എല്ലാ മേഖലകളിലും KSRTC ചെറിയ ബസ്സുകൾ ഓടിച്ചുകൊണ്ട് വീണ്ടും പരീക്ഷണം ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് തൃക്കണ്ണമംഗൽ ബ്ലോക്ക് വഴി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിട്ടൊരു വണ്ടി ഇട്ടു. ആ വണ്ടിയിൽ നിറച്ച ആളുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ പത്തനാപുരത്ത് നിന്നൊരു വണ്ടി കലയപുരം വഴി വന്ന് ഈയംകുന്ന്, കൊട്ടാരക്കര വന്ന് ഈയംകുന്നി കയറി പ്ലാപ്പള്ളി, അങ്ങനെ 5ലേക്ക് പോകുന്നൊരു ബസ് ഉദ്ഘാടനം ചെയ്തത്. അതിലും ആളുണ്ട്. ഈ ചെറിയ ബസ്സിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ എന്നോട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു, ചെറിയ വണ്ടി നിറച്ച ആളാണ്, ഇനി ഒരു വലിയ വണ്ടി ഇട്ടാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒരു ഗുണമാണ്. കാരണം ഈ ചെറിയ വണ്ടി ഇട്ട് പരീക്ഷിച്ച് നോക്കി 1 മാസം കൊണ്ട് ആള് നിറയുകയാണെങ്കിൽ വലിയൊരു വണ്ടി ഓടിക്കണമെന്നുണ്ട് നഷ്ടമില്ല. ആള് കൂടിക്കഴിഞ്ഞാൽ വലിയ വണ്ടി ഓടിക്കാം. ആളില്ലാത്തപ്പോൾ നമ്മൾ ചെറിയ വണ്ടി ഓടിച്ച് പരിശീലിപ്പിക്കും. ഇപ്പോൾ ഞാൻ പത്തനാപുരത്ത് തന്നെ പല റൂട്ടുകളിലും നമ്മളിപ്പം മിനിസ്റ്റർ ബാലഗോപാലൻ സാർ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി കുറേ ബസ്സുകൾ ഇട്ടു. ഈ ഒരു 10ഓളം മിനി ബസ്സുകൾ വരാനുണ്ട്. അപ്പൊ ഇത് ഇട്ടപ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത്, ഈ പോകുന്ന വഴിയിലൊന്നും വേറെ ബസ്സില്ല, പ്രൈവറ്റ് ബസ്സില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് കടന്നു ചെല്ലുമ്പോൾ ബസ്സിന് നിറച്ച ആളാണ്. 1 മാസം കൃത്യമായി ഓടുമ്പോൾ ബസ് നല്ല നിലയിൽ കളക്ട് ചെയ്തിരുന്നു. കറക്റ്റ് സമയത്ത് കൃത്യമായി KSRTC വണ്ടി വിടുകയും ആ വണ്ടി മുടങ്ങാതെ വരികയും ചെയ്യുമ്പോൾ 1 മാസം കൊണ്ട് വണ്ടി നിറയുകയാണ്. ഇത് പലപ്പോഴും പരീക്ഷണം ഒരാഴ്ചത്തേക്കാണ്. അതും തോന്നുമ്പോഴൊക്കെ വരും. ആളുകൾ അതിനെ വിശ്വസിക്കും. KSRTCയെ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് KSRTC ജനങ്ങളെ അകറ്റിയത്. രണ്ടാമത്തെ കാരണം കോവിഡാണ്. കോവിഡ് വന്നതോടെ എല്ലാവരും സ്വന്തമായി സ്കൂട്ടർ വാങ്ങിച്ചു, കാർ വാങ്ങിച്ചു. അങ്ങനെ അതിലേക്ക് പോയതോടെ എല്ലാവരും, അപ്പൊ KSRTC നിർത്തുകയും കൂടെ ചെയ്തപ്പോൾ ആ റൂട്ടിൽ അവർക്ക് യാത്ര ചെയ്യാൻ വേറെ മാർഗമില്ല. അത് സ്വന്തം വാഹനം എടുക്കേണ്ട ഒരു ഗതിയിലേക്ക് വന്നു. ഇപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സ്വന്തം വാഹനം ഉപയോഗിച്ച് KSRTCയിലേക്ക് വന്നു. 2 വർഷം മുമ്പ് KSRTCയുടെ മന്ത്രിയായി ഞാൻ ചുമതല എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് മാധ്യമങ്ങൾ ചോദിച്ചവൻ പറഞ്ഞു, ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കും, ഒറ്റ ദിവസം 1-ാം തീയതി കൊടുക്കണം എന്നെ ലക്ഷ്യം. 2, KSRTC ഉപേക്ഷിച്ച് സ്വന്തം വാഹനത്തിലേക്ക് പോയ ആളുകളെ മുഴുവൻ, കോവിഡോടുകൂടി പൂർണ്ണമായും പോയ ആളുകളെ തിരിച്ച് KSRTCയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു. എന്നോട് ഇരുന്നപ്പോൾ എനിക്ക് സന്തോഷം. ഞാൻ ചെയർപേഴ്സണോട് പറയായിരുന്നു, ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പോകുന്നതിനൊക്കെയാണ് ചെറപറപ്പറ വണ്ടി പോകുകയും കണ്ടു. ഒരു ഗ്യാപ്പില്ലാതെ 2 വണ്ടികൾ മത്സരിച്ച് ഏത് ആദ്യം പോകും എന്നുള്ള നിലയിലാണ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് KSRTCയുടെ മാറ്റമാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് കൊട്ടാരക്കര വഴി തിരുവനന്തപുരം പോയാൽ വല്ലപ്പോഴും ഒരു വണ്ടി കാണാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇഷ്ടംപോലെ വണ്ടിയും കാണാം, അത് നിറച്ച ആളെയും കാണാം. കാലി അടിച്ചു പോകുന്ന വണ്ടികളല്ല. യാത്രക്കാര് ബാലഗോപാൽ സാർ പറഞ്ഞ പോലെ കൈ കാണിക്കുന്നവരെല്ലാം നിർത്തി സന്തോഷത്തോടെ കയറ്റിക്കൊണ്ട് പോകുന്ന ജീവനക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും ആവാൻ കാരണം അവർക്ക് 1-ാം തീയതി ശമ്പളം കൊടുത്തതും അവരെ തിരിച്ച് അവർക്ക് 1-ാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുക്കുകയും അവർക്ക് നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് മാന്യമായ സ്ഥാനം കിട്ടുകയും ചെയ്തു. കാരണം ഞാൻ മന്ത്രിയെ വന്ന ശേഷം KSRTC ഡ്രൈവറെ, കണ്ടക്ടറെ കേരളത്തിൽ ആരടിച്ചിട്ടുണ്ടെങ്കിലും അവനെല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആ കേസിൽ നേരിട്ട് മന്ത്രി പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. മന്ത്രി തന്നെ വിളിക്കുകയാണ്, കേസ് ചാർജ് ചെയ്യണം, ആ കുറ്റക്കാരൻ ആരെ റിമാൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും പറയും. ഇതുവരെ KSRTC ഡ്രൈവറെയും കണ്ടക്ടറെയും തല്ലിയ എല്ലാവരും കഴിഞ്ഞ 2 വർഷത്തിനകത്ത് തല്ലിയവരെല്ലാം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കോടതി മുമ്പാകെ ഇവരെ കുറ്റങ്ങൾ കൃത്യമായി തെളിയിക്കാനും അവരെ റിമാൻഡ് ചെയ്യിക്കാനും കേരള പോലീസിന് കഴിഞ്ഞു. അതിൽ നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. മറ്റേ വേറെ കാര്യം ഉണ്ടായിരുന്നു, ബസ് ഇടിച്ചു കഴിഞ്ഞാൽ
ആര് ബസ്സിൽ കൊണ്ടിടിച്ചാലും ചാർജ് KSRTC കേസിലെ പ്രതി. ഇപ്പൊ വക്കീലന്മാരെ വരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിടും, KSRTC ഉദ്യോഗസ്ഥരെ വിടും. അവരവിടെ ചെന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വാദി പ്രതിയാകും. ഏത് വണ്ടി ഇടിച്ചാലും KSRTCയെ പ്രതിയാക്കും. എന്നിട്ട് അതിന്റെ നഷ്ടപരിഹാരം മുഴുവൻ KSRTCയുടെ തലയിൽ വയ്ക്കും. ഇങ്ങനെ KSRTC എല്ലാ വിധത്തിലും നശിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ജീവനക്കാരാകെ മാറി. എല്ലാ ദിവസവും ആക്സിഡന്റ് പരിശോധിക്കാൻ എല്ലായിടത്തും കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൂടി അവർ പരിശോധിച്ച് ഹെഡ് ഓഫീസ് ചീഫ് ഓഫീസിൽ അറിയിച്ച് MD അവരെ അറിയിക്കണം. കാരണം എന്തുകൊണ്ട് ആക്സിഡന്റ് നടന്നു, എന്താണ് ആക്സിഡന്റ് കാര്യം, എവിടെ വെച്ചുണ്ടായി എന്നാണ്, അതിൽ വാദി ആര് പ്രതി ആര് എന്നെല്ലാം കൃത്യമായി അറിയിക്കേണ്ട ഒരു സ്ഥിതി വന്നപ്പോൾ ഇപ്പോൾ KSRTC അപകടങ്ങൾ കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയം 378 അപകടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, മേജർ ആക്സിഡന്റ് എല്ലാം കൂടി. അത് 157 കുറഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് KSRTCയിലെ. കാരണം എത്ര കോടി രൂപയാണ് ഒരു ആക്സിഡന്റ്, ഒരു മേജർ ആക്സിഡന്റിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് KSRTC അന്ന് മുതൽ. ആ ഒറ്റ ഇടി കൊണ്ട് KSRTC വരുന്ന നഷ്ടം 1 കോടി രൂപയാണ്. ഏത് ഡ്രൈവറെ ഈടാക്കാൻ പറ്റും? നമ്മൾ കുറ്റക്കാരനായി മാറി നമ്മൾ കോടതി മുമ്പാകെ നിൽക്കേണ്ടി വന്നാൽ, നമ്മൾ പ്രതിയായി നിന്നാൽ നമുക്ക് 1 കോടി രൂപ പോകും. ഒരു ആക്സിഡന്റിൽ ഒരു ഡെത്ത് നടന്നാൽ 1 കോടി രൂപ നമുക്ക് KSRTC പോകും. അങ്ങനെ കണക്കൂട്ടി നമുക്ക് എത്ര കോടിയാണ്? കോടിക്കണക്കിന് ഇപ്പൊ MACT ക്ലെയിം കൊടുത്തു തീർത്തു. ഇവിടെയൊക്കെ വക്കീലന്മാർ ഇപ്പോൾ ഉണ്ട്. കോടതി ചെന്നാൽ ജഡ്ജിയെ കണ്ടാൽ മിണ്ടാന്ന് ചീത്തയും കെട്ടുകൊണ്ട് ഇറങ്ങി പറയാം. കാരണം ഒരു പൈസയും കൊടുക്കില്ല. കൊട്ടാരക്കര കോടതിയിലായാലും പുല്ലൂർ കോടതിയിലായാലും എവിടെ ചെന്നാലും പൈസ കൊടുക്കാത്തതുകൊണ്ട് ജഡ്ജിമാർ ചീത്ത പറഞ്ഞ് ഓടിക്കുക വക്കീലന്മാരെ, ഉദ്യോഗസ്ഥന്മാരെ ചീത്ത പറയുകയാണ്. ഇപ്പൊ എന്താ പറ്റിയ? അദാലത്ത് വെച്ചു. ആദ്യ റൗണ്ട് അദാലത്ത് കഴിഞ്ഞപ്പോൾ തന്നെ KSRTC 15 കോടി രൂപയുടെ കേസുകൾ തീർത്തു. ആ തീർന്നപ്പോൾ KSRTC ലാഭം 7 കോടി രൂപയാണ്. അതായത് പലിശ വേണ്ട എന്ന് പറഞ്ഞാൽ, പലിശയും കൂട്ടുപലിശയും വേണ്ടെന്ന് പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ പൈസ കൊടുത്തേക്കാൻ തോന്നും. ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി അടക്കം അംഗീകരിക്കുകയും ലീഗൽ സർവീസ് അതോറിറ്റി വഴി സെറ്റിൽമെന്റിന് ഒരുങ്ങുകയും ചെയ്തു ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ. ആ സെറ്റിൽമെന്റിൽ 30 ദിവസം കൊടുക്കാന്ന് പറഞ്ഞ പൈസ 15 ദിവസം കൊടുത്തുകൊണ്ട് KSRTC റെക്കോർഡ് തിരുത്തി 15 ദിവസം കൊണ്ട് കൊടുത്തു. ഒരു വർഷങ്ങളായി കിട്ടാൻ കിടക്കുന്ന പൈസയാണ്. ഇതെല്ലാം കൊടുത്ത് KSRTCയുടെ കടങ്ങളും ബാധ്യതകളും തീർത്തുകൊണ്ട് വരികയാണ്. അതിൽ ധനകാര്യമന്ത്രി ഇവിടെ MD പറഞ്ഞതുപോലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ. നമ്മളൊരു നാട്ടുകാരനായതുകൊണ്ടാണ് മറ്റു മന്ത്രിമാർ ചോദിക്കാറുണ്ട്, എല്ലാ മാസവും 50 കോടി തരും, ഞാൻ വെറുതെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെട്ടത് ഇപ്പോഴാണ്. ആ 50 കോടിയെ KSRTC സ്ഥാപനത്തിന് സ്വർണം പണയം വെച്ചാൽ പോലും പൈസ തരരുതെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞിരുന്നത്. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ D കാറ്റഗറി എന്ന് പറയും, ഡിഫോൾട്ട് കാറ്റഗറിയാണ്. D കാറ്റഗറിയിൽ വരുന്നവർക്ക് സ്വർണം പണയം വെച്ചാൽ പോലും പലിശ കൊടുക്കരുതെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. അവിടെ KSRTC 5 പൈസ കടം കിട്ടായിരുന്നിടത്ത് ഇന്ന് KSRTC B ആയി. അതായത് ഡിയിൽ നിന്ന് സിയിലായി, C+ ആയി, സിന്ന് ബിയിലെത്തി. 1600 കോടി രൂപയോളം KSRTCയുടെ പേരിൽ HDFC എഴുതി വെച്ചിരുന്ന കള്ളക്കണക്കായിരുന്നു. അത് ക്യാബിനറ്റിൽ കൊണ്ട് എഴുതിത്തള്ളി. അതങ്ങനെ എഴുതിത്തള്ളി. ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ, മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളിലും എന്നോട് ആദ്യം മന്ത്രിയായിട്ട് വന്നപ്പോഴേ പറഞ്ഞു, നമുക്ക് 1-ാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ എങ്ങനെയാണ് നിങ്ങളെ നോക്കണം എന്ന് പറഞ്ഞു. പരിപാടി ഒപ്പിക്കണം, എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടായിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ പദ്ധതി കൊണ്ടുവന്നു. ധനകാര്യമന്ത്രി അദ്ദേഹം വിളിച്ചു, സംസാരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് അത് ഒരു ദിവസം മുഖ്യമന്ത്രി വിളിച്ച് ഒരു ഓൺലൈൻ മീറ്റിംഗ് വെച്ച് അത് ഫിക്സ് ചെയ്യുകയും അതിനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയി നമുക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയുന്നു. ചില ദിവസങ്ങളിൽ 31-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയും. ഇന്നിപ്പോ ധനകാര്യമന്ത്രി 20 കോടി കിട്ടാനുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ തൊട്ടാണെന്ന് വിളിക്കുകയാണ്, റെഡിയായെന്ന് പറഞ്ഞു. അത് കിട്ടിയാൽ നാളെ തന്നെ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും എന്നുള്ളതാണ്. ഈ പൈസ തരാനുള്ള പൈസ തന്നാൽ മതി കറക്റ്റായിട്ട്. അത് ഞാൻ ബാലവാനോട് പറഞ്ഞു, ദേവിയുടെ അത് കറക്റ്റായിട്ട് തരാൻ പറയും. ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ ബാലവാനും തിരക്കാവും, അതുകൊണ്ട് കറക്റ്റായിട്ട് തരാൻ ഉദ്യോഗസ്ഥന്മാരോടൊന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിന് പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. 1000 കോടി ബാലവാൻ ഒരു മാസം കിട്ടത്തക്ക പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ട്രാൻസ്പോർട്ട്, നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് അടിക്കുന്ന ഫൈൻ ഉണ്ടല്ലോ, ക്യാമറ അടിക്കുന്ന ഫൈന്, പഴയ കുടിശ്ശിക, അങ്ങനെ റവന്യൂ റിക്കവറി ആയ കുടിശ്ശിക, ഇതെല്ലാം ഒന്ന് കുറച്ചു കൊടുത്താൽ ഒരു അദാലത്ത് വയ്ക്കാമെങ്കിൽ 1000 കോടി രൂപ ഈ മാസം കേരളത്തിന്റെ ഖജനാവിലേക്ക് വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ആ ഫയല് ബാലപാൽ കണ്ടു, എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മിക്കവാറും അത് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി വരും. മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം RT ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അദാലത്ത് തുടങ്ങും. അതായത് 5000 രൂപ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ 2500 അടച്ച് അവസാനിപ്പിക്കാം. ഇത് അസുലഭ സന്ദർഭമാണ്. ഈ ബെൽറ്റ് ഇടാതെ പോയതിനും ഹെൽമെറ്റ് വയ്ക്കാതെ പോയതിനുള്ള ഫൈനുകൾ എല്ലാം കൂടി അടച്ചു തീർക്കാൻ ജനങ്ങൾക്ക് ഒരു അവസരം കൊടുക്കാൻ പോവുകയാണ്. ആ അവസരത്തോടുകൂടി 10,000 കോടി രൂപ ഖജനാവിലേക്ക് വരും. നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. തീർച്ചയായിട്ടും അത്തരം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാ സൗകര്യമുള്ള ആധുനിക ബസ് സ്റ്റേഷനാണ്. പഴയ കാലം മാറിയിരിക്കുന്നു. നിങ്ങൾ ഈ ഇത് കണ്ടാൽ ഒരു വിമാനത്താവളത്തെക്കാൾ, വിദേശ രാജ്യങ്ങൾ കാണുന്ന ഒരു വിമാനത്താവളത്തെക്കാൾ മനോഹരമായിട്ടാണ് ഈ ബസ് സ്റ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റും. ഇപ്പോഴല്ല, ഇതിന്റെ പണി കഴിയുമ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റും. പക്ഷെ പുറത്തെ മതിൽ, എല്ലാവരും ശ്രദ്ധിക്കണം, പുറത്തെ മതിൽ പകുതിയെ പൊളിക്കും. എന്ന് വെച്ചാൽ അത് പൊളിച്ചാൽ പിന്നെ നാഷണൽ ഹൈവേക്കാർ പറയും 8 മീറ്റർ കയറി അകത്തോട്ടിരിക്കാൻ പറയും.
അതുകൊണ്ട് ആ മതിൽ പതുക്കെ അത് പൊളിക്കത്തില്ല. അത് പകുതി പൊളിച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിന്റെ മതിൽ പോലെ ഇങ്ങനെ ഗ്രില്ല് വെച്ച്, ഏത് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ഒരു അരമതിലും അതിന്റെ മേളിൽ ഗ്രില്ലുമാണല്ലോ, അതുപോലെ ഒരു ഗ്രില്ല് അങ്ങറ്റം വരെ കഴിക്കും. അതാണ് ഡിസൈൻ. അപ്പൊ ഇങ്ങോട്ട് കയറിയില്ല, റോഡിൽ നിന്നാൽ അതിമനോഹരമായ ഒരു കാഴ്ച കാണാൻ പറ്റും. ഈ ഭാഗത്തും ലോക്കൽ ബസ്സുകൾ വരുന്നതിന് വേണ്ടി ഈ ഭാഗത്തൊരു കനോപ്പിയും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വെയിറ്റിംഗ് റൂം ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സൈഡ് ചരിഞ്ഞിങ്ങനെ എൽ ഷേപ്പിൽ അവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോലെ വരും. അതിങ്ങനെ താന്ന് വരും, ഒരേ ലെവലിൽ വരും. അതിന്റെ മുമ്പിൽ ബസ് നിർത്തും. അപ്പൊ ലോക്കൽ ബസ്സിൽ കയറേണ്ടതല്ല, ഇവിടെ കയറാം. ദീർഘദൂര സർവീസ് മുഴുവൻ ഇങ്ങനെ വന്ന് ഇതിനെ ഇങ്ങനെ ചുറ്റും വരും. ഈ സാധനത്തിന് ഇത് നടുക്ക് ഇങ്ങനെ നിൽക്കും, ഒരു കുട പിടിച്ചതുപോലെ ഇങ്ങനെ നടുക്ക് നിൽക്കും. അതിനകത്ത് 2 നിലയുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഓഫീസ് എയർ കണ്ടീഷൻ ആയിരിക്കും, യാത്രക്കാരുടെ വിശ്രമ മുറികൾ എയർ കണ്ടീഷൻ ആയിരിക്കും, ജീവനക്കാർ യാത്ര കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന മുറി അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. ഈ ഭാഗത്തായിരിക്കും. ഈ പഴയ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത കെട്ടിടത്തിന്റെ മുകളിലെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അതും AC ആയിരിക്കും. കാരണം ജീവനക്കാരെ വനിതകളുടെയും പുരുഷന്മാരുടെയും എല്ലാ ബസ് സ്റ്റേഷനും ഇനി മുതൽ കേരളത്തിൽ പണിയുന്ന എല്ലാ ബസ് സ്റ്റേഷനും, ഇപ്പൊ കായംകുളം തുടങ്ങി, കൊല്ലം തുടങ്ങാൻ പോകുന്നു, തൃശ്ശൂര്, എത്ര ബസ് സ്റ്റേഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ ഒരുമിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായില്ല. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ തുടങ്ങുന്നത്. കോതമംഗലം ബസ് സ്റ്റേഷൻ അവിടുത്തെ MLA എനിക്ക് കഴിയുമ്പോൾ പണി തുടങ്ങിയതാണ്. 3 മാസം 4 മാസം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് MLA പിന്നെ അവിടുത്തെ MLA ജനിക്കുന്നതിന് മുമ്പ് പണി തുടങ്ങിയതാണ്. അത് മുടങ്ങി കിടക്കുമായിരുന്നു. അതിനെ പണിത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ തീരാതെ കിടന്നാണ്, അത് റെഡിയാണ്, ഉദ്ഘാടനത്തിന് എല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. അത് തീർത്തു, അത് ഉദ്ഘാടനത്തിന് കിടക്കുകയാണ്. ആലുവ ചെയ്തു. അത് പത്തനംതിട്ടയിൽ ഇന്നും നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 100 കണക്കിന് കടകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് KSRTC അതുകൊണ്ട് നഷ്ടം. കടകൾ വാടകയ്ക്ക് കൊടുത്ത ഇടത്തിൽ മാത്രം ഒരു മാസം KSRTC 1.5 കോടി രൂപയോളം വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ 2 വർഷത്തിനകത്ത്. ഒരു മാസത്തെ വാടക വിരിക്കുന്ന കമ്പ്യൂട്ടറാണ്. വണ്ടി ഓടിക്കുന്ന ഇപ്പൊ കമ്പ്യൂട്ടർ, വണ്ടി ഓടുന്ന ഷെഡ്യൂളുകളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സോഫ്റ്റ്വെയർ ആണ്. കൊറിയർ പോകുന്ന സോഫ്റ്റ്വെയർ KSRTCയിലാണ്. ഇന്ന് 2 സംവിധാനങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. 3 സംവിധാനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഒന്ന് കുടിവെള്ളമാണ്. ബസിന്റെ ഉള്ളിൽ കുടിവെള്ളം ബസിന്റെ ഉള്ളിൽ കൊടുക്കുന്നതിന് റെയിൽവേ കൊടുക്കുന്ന 14 രൂപയ്ക്കാണ് KSRTC 13 രൂപയ്ക്ക് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നത്. KL-15 വാട്ടർ H2O എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ചെയ്തിട്ടുള്ള വെള്ളമാണ് വരുന്നത്. ISI മുദ്രയുള്ള വെള്ളമാണ് വരുന്നത്. ആ വെള്ളം 13 രൂപയ്ക്ക് യാത്രക്കാർ കൊടുക്കും. റെയിൽവേ കൊടുക്കുന്ന 14 രൂപയ്ക്കാണ്, നമ്മൾ 13 രൂപയ്ക്ക് കൊടുക്കും. കണ്ടക്ടർക്ക് അതിൽ നിന്ന് 2 രൂപ കിട്ടും ഒരു കുപ്പി നിൽക്കുമ്പോൾ. ഡ്രൈവർക്ക് അതിൽ നിന്ന് 1 രൂപ കിട്ടും. ഡ്രൈവർക്ക് കണ്ടക്ടറും പൈസ കൊടുക്കണം. ഡ്രൈവർക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഡ്രൈവറും കൂടെ ആണല്ലോ വണ്ടി ഓടിക്കുന്നത്. ഈ ഡ്രൈവേഴ്സ് യൂണിയന്റെ പഴയ നേതാവായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് ഡ്രൈവർമാരെ അങ്ങനെ അവഗണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് 1 രൂപ, കണ്ടക്ടർമാർക്ക് 2 രൂപ ഒരു കുപ്പി വെള്ളം കൊടുക്കുമ്പോൾ. അതുപോലെ ഫുഡ് വണ്ടിക്കകത്ത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ റെയിൽ റോഡ്സ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അവർ ഫുഡ് വണ്ടിക്കകത്ത് കൊടുക്കുന്നു. അതുപോലെ ചിക്കിങ് എന്ന സ്ഥാപനം അവര് 25% വില കുറച്ച് വണ്ടി കൊടുക്കുന്നു. ഇന്ന് വന്ന മറ്റൊരു പരിഷ്കാരം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഓൺ റിക്വസ്റ്റ്. അതായത് നമ്മൾ വണ്ടിയിൽ ബസ് ബുക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് വിട്ടാൽ സ്റ്റോപ്പില്ല. തിരുവനന്തപുരം ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ സദാനന്ദപുരത്തും മാളാത്തിൽ പിന്നെ സ്റ്റോപ്പുള്ളൂ. പിന്നെ സദാനന്ദപുരത്ത് ഒരാൾക്ക് കയറണം, അല്ലെങ്കിൽ പനവേലിൽ നിന്ന് ഒരാൾക്ക് കയറണം, അല്ലെങ്കിൽ കരിക്കത്തു നിന്ന് ഒരാൾക്ക് കയറണം. ആ ആള് ബുക്ക് ചെയ്യുമ്പോൾ ഒരു 20 രൂപ കൂടുതൽ വെച്ചാൽ അയാൾ നിൽക്കുന്ന സ്ഥലം ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ മതി. ആ സ്ഥലത്ത് വരുമ്പം വണ്ടി നിർത്തി കൊടുക്കും. വീട്ടിനകത്തൊന്നും ഫോൺ അടിച്ച് വിളിക്കത്തില്ല. ആ വണ്ടി വരുന്ന ചെലവ് ആപ്പിൽ നോക്കണം. വണ്ടി പൊട്ടാക്കര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു എന്ന് അറിയുമ്പം കരിക്കത്തിൽ ഇറങ്ങി വീട്ടിൽ റോഡിൽ വന്ന് നിന്നാൽ കറക്റ്റ് അവിടെ നിർത്തി കൊടുക്കും. അവിടെ നിന്ന് കയറ്റി കൊണ്ടും 20 രൂപ കൊടുത്താൽ മതി. ഇറങ്ങാനും അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് വീട്ടിന്. അല്ലെങ്കിൽ എന്താ പറയാ, കരിക്കത്തിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് ഈ ബസ്സിൽ കയറണം. ബസ് അവിടെ നിർത്തൂലല്ലോ. അപ്പൊ ഓട്ടോറിക്ഷ പിടിച്ച് 250 രൂപ കൊടുക്കണം. മറ്റേ 20 രൂപ കൊടുത്താൽ മതി. അപ്പൊ അവിടുന്ന് KSRTC കയറാം. പോകുന്ന വഴിക്ക് രാത്രി വരുമ്പോൾ എനിക്ക് പനവേലിയിൽ വീട്ടിന് മുമ്പിൽ ഇറങ്ങണം പറഞ്ഞാൽ മതി. 20 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കി വിടും. അവിടെ നിർത്തി കൊടുക്കും. അവിടെ ഇറക്കി ചവിട്ടി ഇറക്കും. അങ്ങനെ ദീർഘദൂര സർവീസുകളിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും 20 രൂപ വെച്ച് വാങ്ങുന്നു. അതുപോലെ ഈ ബാംഗ്ലൂർ പോകുന്ന ബസ്സുകളിലൊക്കെ ഇതുപോലെ പ്രശ്നമുണ്ട്. നമുക്ക് പിന്നെ അതിന് ഈ റേറ്റ് വ്യത്യാസം വരും. 50% കുറവാണ് കളക്ഷൻ. ഇന്ന് 24 മണിക്കൂർ മുമ്പ് 50% കുറവ് സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിന് 25% കുറവ് കിട്ടും. അല്ലെ, 25% കുറവ് കിട്ടും. അതേസമയം 50% മുകളിലാണെങ്കിൽ 31% കൂടുതൽ കൊടുക്കും. 75% മേളിലാണെങ്കിൽ ആക്ച്വൽ ടിക്കറ്റിന്റെ പ്രൈസിനേക്കാൾ 31% കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം അന്ന് റഷ് ഉള്ള ദിവസമാണെന്നുള്ളതാണ്. റഷ് ഇല്ലാത്ത ദിവസങ്ങളിൽ കുറച്ചു കൊടുക്കും. റഷ് ഉള്ള ദിവസങ്ങളിൽ കൂട്ടി വാങ്ങിക്കുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുക. മറ്റേ മനുഷ്യനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പല അസൗകര്യങ്ങളും ഉണ്ടായി. അവർക്ക് എപ്പോഴും ക്ലിയർ ആവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് ഈ മെഷീൻ ആയിരിക്കും ഇനി ഇത് ഫിക്സ് ചെയ്യുന്നത്. എത്രയാണ് എമൗണ്ട്, ഇപ്പോഴത്തെ പ്രസന്റ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ വില എത്രയാണ്, ഇന്നത്തെ ടിക്കറ്റ് ബാംഗ്ലൂർ വാങ്ങുന്ന ടിക്കറ്റ് എത്ര രൂപയാണെന്ന് കറക്റ്റ് ഈ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അതുകൂടാതെ നമ്മൾ ഈ 3 പരിഷ്കാരങ്ങളാണ് ഇന്ന് നിലവിൽ വന്നത്. ഇന്ന് KSRTCയുടെ പരസ്യം പുറത്തിറങ്ങിയിട്ടുണ്ട്. ശ്രീ മോഹൻലാൽ, കേരളത്തിന്റെ അഭിമാനമായ കലാകാരൻ മോഹൻലാൽ അഭിനയിച്ച 2 പരസ്യങ്ങൾ KSRTCക്ക് വേണ്ടി പുറത്ത്. അദ്ദേഹം ഇതിന്റെ ഈ KSRTCയുടെ ഗുഡ്വിൽ അംബാസഡറായി സമ്മതിക്കുകയും അദ്ദേഹം അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വെച്ച് പ്രിയദർശൻ സംവിധാനം ചെയ്ത 2 പരസ്യങ്ങൾ വലിയ അഭിപ്രായമാണ്. പരസ്യത്തിന് വലിയ റീച്ചാണ്. പരസ്യം സോഷ്യൽ മീഡിയയിൽ നന്നായി പോകുന്നു. സിനിമാ തിയേറ്ററുകളടക്കം കാണിക്കുന്ന ഈ പരസ്യം KSRTCയുടെ ഒരു ജനങ്ങളെ KSRTCയെ കൂടുതൽ ആകർഷിക്കാൻ, KSRTCയുടെ ഒരു വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുമായ ഒരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വളരെ പഴയ കാലങ്ങളെക്കുറിച്ച് മോഹൻലാൽ പറയുന്ന, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു പരസ്യമാണ്. വളരെ പരസ്യത്തിന് വേണ്ടി എഴുതിയുണ്ടാക്കിയ വാക്കുകളല്ല, മോഹൻലാലിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അദ്ദേഹം ഈ പരസ്യത്തിൽ പറഞ്ഞത്. ഇതൊരു പരസ്യമായിട്ടല്ല, ഒരു അനുഭവമായി തോന്നുന്ന തരത്തിലുള്ള പരസ്യമാണ് ഇന്ന് ബഹുമാനായ സ്പീക്കർ ശ്രീ എം ഷംസീർ ഇന്ന് രാവിലെ റിലീസ് ചെയ്തു. നമ്മൾ അതുപോലെ ദീർഘിപ്പിക്കുന്നില്ല. ബാലഗോപാൽ മിനിസ്റ്റർ കുറെ ബസ്സിനുള്ള ലിസ്റ്റ് തന്നു. അതിലെ 3 ബസ്സുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്യാവുന്ന തരത്തിൽ റെഡിയാണ്. അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ച് എപ്പോഴെങ്കിലും ഫ്ലാഗ് ഓഫ് ചെയ്യാം. മിനി ബസ്സുകൾ ഇനി വരുന്നുണ്ട്, 5-10 ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ കുറച്ച് വണ്ടി ഇങ്ങോട്ട് വരും. അതുകൂടാതെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ ഒരു ലിസ്റ്റ് വന്നു. അതിവിടെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തും ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു 11 ബസ്സുകൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 3 എണ്ണം ഒരു തരത്തിലും ഓടിച്ചാൽ ആളെ കിട്ടില്ല എന്നുള്ള ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടിയും കൊടുക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ വണ്ടികളും ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിൽ 3 എണ്ണം ഒരു തരത്തിലും ഓടിച്ചാൽ പൈസ കിട്ടില്ല എന്നാണ് അവർ ഫീസിബിലിറ്റി നോക്കിയിരിക്കുന്നത്. ബാക്കി വണ്ടികൾ മുഴുവൻ അദ്ദേഹം ചോദിച്ച വണ്ടികളെല്ലാം കൊടുക്കും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും നമ്മളൊരു പല കാര്യങ്ങളും ക്ഷമിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ സമരത്തിന്റെ അന്ന് 8 വണ്ടികൾ ഡാമേജ് ചെയ്ത 4 പേരുണ്ട്. അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സർക്കാർ ഒരു അനുകമ്പാപൂർവ്വം പരിഗണിച്ചുകൊണ്ട് അവരെ സർവീസിൽ തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ വെച്ചാണ് സംഭവം. തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചു, പക്ഷെ അവരെ തിരിച്ചറിഞ്ഞു, ശിക്ഷ കിട്ടും എന്നവർ അറിഞ്ഞു. ഇനി അധികം ദ്രോഹിക്കുന്നില്ല. അവരെ പിരിച്ചുവിട്ടവരാണ്. അവരെ സർവീസിലേക്ക് തിരിച്ചെടുക്കാൻ KSRTC MDക്ക് ഇവിടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. അത് അന്ന് ചെയ്തത് തെറ്റാണ്. അവർ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. നിയമസഭയിലടക്കം ചില ആളുകൾ പറഞ്ഞു ഞാനും ബാലഗോപാലോട് ചേർന്ന് മുറിച്ചേച്ചാണ് അവരെ പിരിച്ചു. അല്ല, അവർ തന്നെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പോലീസിന് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ പിരിച്ചുവിടാൻ തീരുമാനിച്ചു, പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ ഈ നാട്ടുകാരായതുകൊണ്ടും അവർക്ക് ഒരു തെറ്റിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വന്തം കഞ്ഞിയിൽ പാറ്റിയിടരുത്, സ്വന്തം മുതൽ നശിപ്പിക്കരുത്. ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവന്റെ അന്നം എന്ന് പറയുന്നത്, അവന്റെ ജീവൻ എന്ന് പറയുന്നത് ഷെയറിംഗാണ്. അതിനെ തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം പാടില്ല. മേലിൽ ആരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 4 പേരോടും പുറത്ത് സർക്കാർ അവരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചുള്ള ആ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അത് MD ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോയി. ഇവിടെ ഈ ഒരു ശിലാഫലകം ഞാൻ വളരെ വേദനയുള്ളൊരു കാര്യം പറയാണ്. ഈ ഇലക്ഷൻ അടുത്തു എന്നുള്ളത് ശരിയാണ്. അതിനുവേണ്ടി ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ അവരെ ഈ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ബാലഗോപാൽ 18-19 കോടിയോളം ചെലവഴിച്ച് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആ മാന്യത പുലർത്തിയവരാണ്. പങ്കെടുത്താത്തവർ എന്തിനു വന്നില്ല എന്നതിനെ പറ്റി ഞങ്ങൾ ആരും ബാലഗോപാൽ ഒരു ദോഷം ചെയ്തില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തില്ല, ഞങ്ങളുടെ പേരിൽ ഒരു വിവാദമില്ല, ഞങ്ങളെ ആരും വഴി തടയുന്നില്ല, ഞങ്ങൾക്കെതിരെ കരിങ്കൊടി പ്രകടനമില്ല. ഞങ്ങൾ KSRTCയോടോ അല്ലെങ്കിൽ നാടിനോടോ കൊട്ടാരക്കരയോടോ പത്തനാപുരത്തോടോ യാതൊരു തെറ്റും ചെയ്യാത്ത സാഹചര്യത്തിൽ ബഹിഷ്കരിച്ചവരുടെ പേരുകൾ ഈ കല്ലിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒറിജിനൽ കല്ല് നിങ്ങൾ പേടിക്കണ്ട, ഇത് സ്റ്റിക്കറാ, അങ്ങ് വലിച്ചളയി കളയും. ഒറിജിനൽ കല്ലടിക്കാൻ ഒരു അക്ഷരം അടിക്കാൻ 90 രൂപയാ. ഒരു അക്ഷരം അടിക്കാൻ 90 രൂപയാ. ഇവിടെ വന്ന ജനപ്രതിനിധികളുടെ പേര്, ഉദ്യോഗസ്ഥന്മാരുടെ പേര് ഇതിൽ അടിച്ചു ചേർക്കും. ഞാൻ കായംകുളത്ത് ഇതുപോലെ ചെയ്തപ്പോൾ ഞാൻ മാറ്റി അടിക്കാൻ പറഞ്ഞപ്പോൾ MD അന്വേഷിച്ച ഒരു അക്ഷരത്തിന് 90 രൂപയാന്ന് പറഞ്ഞു. അപ്പൊ എന്നാ പൈസ കളയണ്ടെന്ന് നമ്മളിപ്പോൾ സ്റ്റിക്കർ കൊണ്ടിച്ചു. വരാത്തവരുടെ പേരങ്ങ് മാറ്റി വെച്ച് വന്നവരുടെ പേര് വെച്ച് ഇത് കൈകളിൽ കൊത്തി വെക്കും എന്ന് ഞാൻ പറയുകയാണ്. അത് അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ വന്നവര് വെറും മണ്ടന്മാരും വണ്ടികളുമായി പോകും, അല്ലയോ? ഈ വന്നവര് മണ്ടന്മാരും വണ്ടികളുമായി പോകും. അത് വേണ്ട, ആ സൈസ് പരിപാടി വേണ്ട. ബഹിഷ്കരിക്കുകയും ചെയ്തു. 50 കൊല്ലം കഴിയുമ്പോഴും പുതിയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഞാൻ മറ്റേ കൊച്ചാട്ടനം ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. വന്നവരുടെ പേര് വെച്ചാൽ മതി, വന്ന കൊച്ചാട്ടന്മാരുടെ പേര് വെച്ചാൽ മതി, മറ്റത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്യും. അതുകൊണ്ട് ഇത് സ്റ്റിക്കറാണ്, ഇത് വലിച്ചു കളഞ്ഞു വെച്ച് അടിക്കുമ്പോൾ വന്നവരെ നോട്ടീസിലുണ്ട്, വന്നവരെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ മാത്രമേ കാണത്തുള്ളൂ എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ, കാരണം എല്ലാം ഉണ്ട്. 4 പേരോട് ക്ഷമിച്ചപ്പോൾ വേറെ പണി കാണിച്ചാൽ അതിന് മറുപടി ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ഈ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ആരെ 6 മാനേഷമുള്ള മോനെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ.
മേലെ ഇറക്കാൻ അങ്ങോട്ട് മേലെ ഇറക്കും. സ്നേഹമാണോ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. ഇപ്പൊ തെറ്റ് ചെയ്തവരാണ്, അവരോട് സ്നേഹത്തോടെ പുറത്തു. ആരും ശുപാർശ ചെയ്തിട്ടല്ല കേട്ടോ, ഒരു നേതാവ് ശുപാർശ ചെയ്തിട്ടല്ല. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട്, ഞാനൊരു വൈരാഗ്യത്തോടെ ആളുകൾ പെരുമാറുന്ന ആളല്ല. ഞാൻ മനസ്സുകൊണ്ട് അത് എൻ്റെ തീരുമാനമാണ്. ഞാനൊരു തീരുമാനം MD അറിയിച്ചാണ്. നിങ്ങളെല്ലാം വെച്ച് കൊട്ടാരക്കര വെച്ച് തന്നെ പറയണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ യൂണിയൻകാരും കേൾക്കാൻ ഞാൻ പറയുകയാണ്. അത് എൻ്റെ മനസ്സിൽ ആരുടെയും ശുപാർശ കൊണ്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല, അങ്ങനെയൊന്നും പേടിക്കുകയില്ല. ഒരു അനുകമ്പാപൂർവമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ദയവ് കാണിക്കുകയാണ് പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയത്. അല്ല പേടിച്ചിട്ടൊന്നും ആൾ വിചാരിക്കല്ലേ, ഒരു പേടിയില്ല അതിലൊന്നും, അങ്ങനെയൊന്നും പേടിയൊന്നുമില്ല. അത് പേടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. അതുപോലെ ഇത് വരാത്തവരെ പേരുണ്ടാവില്ല, അത് പറയാൻ ഒരു മടിയും വേണ്ട. കായംകുളത്ത് വരാത്തവരെ പേര് വെട്ടിക്കളയെന്ന് പറഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു. ഇവിടെ ഒരു കയ്യടി ആകാം എന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കൊട്ടാരക്കരയുടെ മണ്ണ്, ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണ് കൊട്ടാരക്കര. എന്നെ വളർത്തിയത് പത്തനാപുരമാണെങ്കിലും ഞാൻ ജനിച്ചതും സ്കൂളിൽ പഠിച്ചതും ഒക്കെ കൊട്ടാരക്കരയാണ്. ആ കൊട്ടാരക്കരയ്ക്ക് വേണ്ടി ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഇത്ര നല്ലൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ ശ്രീ ബാലഗോപാലുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ബാലഗോപാൽ KSRTCയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ള സഹായത്തിന് KSRTC ജീവനക്കാർക്ക് വേണ്ടിയും KSRTCക്ക് വേണ്ടിയും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദി ശ്രീ ബാലഗോപാലിനെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം, ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.